ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ത്രോയിങ് എ ഡൈ. അപ്പോൾ സാമ്പിൾ സ്പേസിൽ 1 മുതൽ 6 വരെ എലമെൻറ്റ്സ് ഉണ്ടാകും നമുക്കറിയാം. ദെൻ എ ബി ദ ഈവൻറ്റ് ഓഫ് ഒക്കറിങ് 6. സോ ഈവൻറ്റ് എയിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് 6 ആണ്. എ എന്ന് പറയുന്നത് 6 ഒക്കർ ചെയ്യുന്നതാണ്. ദെൻ ഈവൻറ്റ് ബി എന്ന് പറയുന്നത് ഒക്കറിങ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, 2, 4, 6 ആണ് ഈവൻ നമ്പേഴ്സ്. ദെൻ ബി എന്ന് പറയുന്ന ഈവൻറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയോ അതൊരു ഈവൻ നമ്പറാണ് നമ്മൾ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഈവൻ്റാണ്. അത് വെച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും? അതിന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ബി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ബിയുടെ പ്രോബബിലിറ്റി വെച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. Okay, then this is equal to probability of A intersection B divided by probability of B ആയിരിക്കും. ബി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് ആ ബിയിൽ ഉള്ള സാധ്യതകൾ എക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതി. സോ ഇവിടെ മൊത്തം സാമ്പിൾ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. അത് വെച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എയുടെയും ബി ഈ ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ 1/6. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/6. സോ ടോട്ടൽ പ്രോബബിലിറ്റി വിൽ ബി 1/3. സോ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. ബി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബീനെ സാമ്പിൾ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സാമ്പിൾ സ്പേസ് എസ് ആയിട്ട് ബീനെയും എയിനെ അതിൻ്റെ സബ്സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു ബിയിൽ എലമെൻറ്റ്സിൻ്റെ എണ്ണം 3, എക്ക് ഫേവറബിൾ ആയിട്ട് ഒരു എലമെൻറ്റ് 1/3 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. സോ ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചുള്ള ഫോർമുലാസ് എല്ലാം ഓർമ്മയുണ്ടാവണം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് 1 മൈനസ് ബി, പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ദെൻ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഫോർമുല ഇത് മാത്രമാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ദെൻ ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്നും മാറ്റി എഴുതാം. ദെൻ പ്രോബബിലിറ്റിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ എസ് ഗിവൺ എഫും എഫ് ഗിവൺ എഫും 1 ആയിരിക്കും. ദെൻ എ യൂണിയൻ ബി ഗിവൺ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ എഫ് ആയിരിക്കും. സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അറിയാം. അതിൻ്റെ അകത്ത് ഗിവൺ എഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കൂടെ അഡീഷണലും കൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ എഫ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ആണ്. സോ ഇവിടെ പ്രോബബിലിറ്റി ഇ ഗിവൺ ഇ കോംപ്ലിമെൻറ്റ് ഇ കോംപ്ലിമെൻറ്റ് ഗിവൺ എഫ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ആയിരിക്കും. ദെൻ പ്രീവിയസ് ഇയറിലെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്: എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഈവൻ സച്ച് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ ബിയുടെ ഇക്വേഷൻ എന്താണെന്ന് എഴുതാം. പ്രോബബിലിറ്റി എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ദെൻ കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ ഡൈ ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ. ഡൈ ടോസ് ചെയ്യുവാണ്. ദെൻ ഓഡ് നമ്പർ വരുന്ന ഇവൻറ്റിന് ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എയിൽ 1, 3, 5 ആയിരിക്കും ഉണ്ടാവുക. ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ വരുന്നെങ്കിൽ 2, 4, 6 ആയിരിക്കും. ദെൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ. എ എന്ന് പറയുന്നത് ഓഡ് നമ്പർ, ബി ഈവൻ നമ്പർ. സോ കോമൺ ഒന്നുമില്ല. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0. സോ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സോ വാല്യൂ വിൽ ബി പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു 0. ദെൻ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ, സിമിലർലി പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു അഗെയിൻ 0. ഞാൻ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈ ഈസ് ത്രോൺ A die is thrown twice. Die 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു. The sum of numbers appear observed to be 9. What is the conditional probability that 5 has appeared at least once? So നമ്മൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ലെറ്റ് എ ബി ദ ഇവൻ്റ് ഓഫ് അപ്പിയറിംഗ് 9
സമ്മ് സമ്മ് 9 ആയിട്ട് വരുന്നത്. സമ്മ് 9 ആയിട്ട് വരുന്ന ഈവൻറ്റ് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ ഈവൻറ്റ് സമ്മ് 9 വരണമെങ്കിൽ 3 6 കിട്ടിയിട്ടുണ്ടെങ്കിലും 6 3 കിട്ടിയാലും 9 ആയിരിക്കും സമ്മ്. ദെൻ 5 4 കിട്ടുമ്പോഴും 4 5 കിട്ടുമ്പോഴും 9 ആയിരിക്കും സമ്മ്. വേറെ ഒരു വിധത്തിലും 9 സമ്മ് വരുന്നില്ല. ദെൻ ബി വി ദ ഈവൻറ്റ് ഓഫ് conditional probability that 5 has appeared at least once. So 5 at least once appear ചെയ്യണം. So 1 5 അതുപോലെ തന്നെ 1 2 5 എക്സെട്ര 6 5 വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ നേരെ തിരിച്ച് 5 1 5 2 എക്സെട്ര 5 6 കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് 5 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്. ബി എന്ന് പറയുന്നത് 5 അപ്പിയർ ചെയ്യുന്നതാണ്. സോ അറ്റ്ലീസ്റ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് 5 ഹാസ് അപ്പിയർഡ് അറ്റ് പ്രോബബിലിറ്റി ബി ഗിവൺ എ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഇവൻ്റ് ആണ് 9 എന്ന് പറയുന്നത് സമ്മ് കിട്ടുന്നുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്, അതായത് സമ്മ് 9 കിട്ടുകയും വേണം, ഒരെണ്ണം 5 ആയിരിക്കണം. സോ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 4 4 5. ഓക്കെ. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ആകെ സാമ്പിൾ സ്പേസിൽ 36 എലമെൻറ്റ്സ്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 36 ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. അതിൽ 4 എലമെൻറ്റ്സ് ഉള്ളത് 4 ഡിവൈഡ് ബൈ 36 വിച്ച് ഇസ് ഈക്വൽ ടു 2 ബൈ 4 ഈക്വൽ ടു 1/2. സോ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബിയുടെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Now consider next question. A fair die is rolled. The events are E, F എന്ന് തന്നിട്ടുണ്ട്. Then what is E intersection? E given F കണ്ടുപിടിക്കണം. So നമുക്ക് probability of E given F is equal to probability of E intersection F divided by probability of F. Now probability of E എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ആവശ്യമില്ല ശരിക്കും. probability of F ഉം E intersection F മതി. സോ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന ഈവൻ്റ് എന്താണെന്ന് കൂടെ കണ്ടുപിടിക്കാം. ഈ ഇൻ്റർസെക്ഷൻ എഫ് ഈസികൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 മാത്രമാണ്. ഓക്കെ, ഒരു ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. ദെൻ സോ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3 ആണല്ലേ. ഓക്കെ, ദെൻ വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് എഫ് മാത്രം കണ്ടുപിടിക്കുക ആദ്യം. പ്രോബബിലിറ്റി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഈവൻറ്റിലെ 2 എലമെൻറ്റ്സ്. സോ 2/6 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എഫ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 1/6. Then we have probability of E given F is equal to E intersection of 1/6. Probability of F 2/6. This probability will be 1/2. Answer next question. എയും ബി ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. സോ നമുക്ക് അത് ഉപയോഗിച്ച് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കും. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടും കൂടെ പ്രൊഡക്റ്റ് 0.3 ഇൻറ്റു 0.4 ഈസ് ഈക്വൽ ടു 0.12. Now probability of A given B is equal to probability of A intersection B divided by probability of B, which is equal to 0.12 divided by probability of B എന്ന് പറയുന്നത് 0.4 ആണ്. സോ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് വൺ ആസ് 3/10. Now consider the next one. Probability of A union B. Probability of A union B കണ്ടുപിടിക്കണം. Probability of A union B equal to probability of A plus probability of B minus probability of A intersection B. Is equal to probability of A is equal to 0.3 plus 0.4 plus minus 0.12. Is equal to 0.58 എന്ന് കിട്ടും. Now consider next question. Similar ആയിട്ടുള്ള ചോദ്യമാണ്. Probability of A യും probability of B എന്ന് തന്നിട്ട് ആൻഡ് ഓൾസോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. റൈറ്റ്.
നൗ ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4 എന്നാണ്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. സോ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു 0.4 എന്ന് കിട്ടും. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റിൽ തന്നിട്ടുണ്ട് 0.8 ആണ്. 0.8 ഇൻറ്റു 0.4 വിച്ച് ഇസ് ഈക്വൽ ടു 8 into 4 32 0.32 ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നൗ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ probability of B is equal to probability of A intersection B value 0.32. Then probability of B 0.5 ആണ്. So this is equal to simplify ആണെങ്കിൽ we get this one as 4 0.16 divided by 0.25. Right. Probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. Is equal to probability of A intersection B equal to 0.8 plus 0.5 minus intersection 0.32. So that will be 0.85. A plus 5 13. 1.3 minus 0.98 ആയിരിക്കും. Now consider next question. A and B are even such that A subset of B. A subset of B എന്ന് പറയുമ്പോൾ ബി വലിയ സെറ്റ് എ അതിൻ്റെ അകത്ത്. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. നൗ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. നൗ കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Probability of A equal to 7 by 13, probability of B equal to 9 by 13, and probability of A intersection B equal to 4 by 13. What is probability of A given B കണ്ടുപിടിക്കണം. സോ എല്ലാം നേരിട്ട് തന്നിട്ടുണ്ട്. സോ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് A given B is equal to probability of A intersection B divided by probability of B. On substitution we get that A intersection B is equal to 4 by 13 divided by B 9 by 13, which is equal to 4 by 9 is our correct answer. Let's next question. Die is thrown thrice. Find the probability of getting an odd number at least once. Odd number at least one. Then event A ആയിട്ട് എടുക്കുക. Odd number at least once. സോ അതിന് കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് വൺസ് ഓഡ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിലും ഓഡ് നമ്പർ കിട്ടാത്തതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരെണ്ണത്തിൽ ഓഡ് നമ്പർ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വണ്ണ് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരെണ്ണം ഓഡ് നമ്പർ കിട്ടില്ല എന്നുള്ളത്. സോ അതായത് ഒരെണ്ണം ഓഡ് നമ്പർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഈവൻ നമ്പർ ആയിരിക്കണം. ഓൾ ഈവൻ നമ്പർ. ഓക്കെ, ഈവൻ നമ്പറാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഒരെണ്ണം ഈവൻ നമ്പർ കിട്ടാൻ പാടില്ല. 3 ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. 3 ഡൈ ത്രോ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്, 3 പൊസിഷൻ ഉണ്ട്. 3 പൊസിഷനിലും ഈവൻ നമ്പർ ആയിരിക്കണം. ഫസ്റ്റ് പൊസിഷനിൽ ഈവൻ നമ്പർ എത്ര രീതിയിൽ വരാം? 3 ഈവൻ നമ്പർ വരാം. സോ സെക്കൻഡ് പൊസിഷനിൽ എത്ര ഈവൻ നമ്പർ വരാം? 3 ഈവൻ നമ്പർ ഉണ്ട്, 1 മുതൽ 6 വരെ. സോ ഈ പൊസിഷനിലും 3 ഈവൻ നമ്പർ വരാം. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പറിൽ പൊസിഷനിൽ 3 വേസിൽ, സെക്കൻഡ് പൊസിഷനിൽ 3 വേസിൽ, തേർഡ് പൊസിഷനിൽ 3 വേസിൽ ഈവൻ നമ്പർ വരാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3 into 3 27. ദെൻ സാമ്പിൾ സ്പേസ് 3 ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. സോ സാമ്പിൾ സ്പേസ് 216 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ വിച്ച് ഈസ് at least one odd number, which is equal to 1 minus probability of A complement, which is equal to 1 minus 27 divided by 216. That will be 216 minus 27 divided by 216. Okay, which is equal to 189 divided by 216. Now consider next question. Probability of A തന്നിട്ട് probability B തന്നിട്ട് find A union B കണ്ടുപിടിക്കണം. സോ ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. അതിൻ്റെ വാല്യൂ ആണ് 0.4. പ്ലേസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു 0 പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ആണ്. സോ വാല്യൂ വിൽ ബി 0.32. ഇത് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ്
എ ഇൻ്റർസെക്ഷൻ ബി ഇട്ടിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. സിമിലർ ആയിട്ടുള്ള ചോദ്യമാണിതും. എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ഇതിനകത്ത് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഉപയോഗിച്ചുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കും. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. സിമിലർലി പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. നൗ കൺസിഡർ ക്വസ്റ്റ്യൻ 2 ഈവൻസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. സോ ഇവിടെയും നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. ഇസ് ഈക്വൽ ടു 0.4 എന്ന് തന്നിട്ടുണ്ട്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഉപയോഗിച്ചുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. അതിനുശേഷം അത് ഉപയോഗിച്ചാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാം. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Probability of A is equal to 0.8, probability B equal to 0.5, probability of B given A എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ് ഇതും വന്നിരിക്കുന്നത്. അതേ ഐഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് വ്യത്യാസമായിട്ടുള്ള ചോദ്യം. സപ്പോസ് 10 കാർഡ്സ് നമ്പേർഡ് ഫ്രം 1 to 10 ആർ പ്ലേസ്ഡ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ 1 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നന്നായിട്ട് ഷഫിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് എ സ്റ്റുഡൻറ്റ് A is the event of that the number on the card is an even. A എന്ന് പറയുന്നത് കാർഡിലുള്ള നമ്പർ ഈവൻ നമ്പറാണ്. സോ ഈവൻ നമ്പർ എന്തൊക്കെയാണ്? 2, 4, 6, 8, 10. ദെൻ അടുത്തത് റൈറ്റ് എ ആൻഡ് ഇറ്റ്സ് പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 5/10 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ആണ് നമുക്കറിയാം. ദെൻ അടുത്ത ഈവൻ ബി ഇസ് ദ ഈവൻ ദാറ്റ് നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3. 3നേക്കാൾ മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ 3 വരില്ല. 4, 5, 6, 7, 8, 9, 10. Then its probability of B is equal to more than 3 എന്നാണ്. So 7/10. Now what is A intersection B? രണ്ടിൽ കോമൺ അല്ലേ? intersection B എന്ന് പറയുന്നത് 4, 6, 8, 10. Then we have to find probability of A given B. A given B എന്ന് പറയുന്നത് by definition probability of A intersection B divided by probability of B ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇതിനകത്ത് 4 എലിമെൻറ്റ്സ് ഉണ്ട്. സോ ഇറ്റ്സ് പ്രോബിലിറ്റി വിൽ ബി ഈക്വൽ ടു 4/10 ഡിവൈഡ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4/10. ദെൻ പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 7/10. സോ ഇറ്റ്സ് പ്രോബിലിറ്റി വിൽ ബി 4/7 is a required probability. Now comes next question. A and B are evens such that A complement is equal to 0.3, B is equal to 0.4, A intersection B equal to 0.1. I have to find probability of A intersection B complement, which is equal to probability of A minus probability of A intersection B. So ഇവിടെ നമ്മൾ ആദ്യം probability of A എന്താണെന്ന് കണ്ടുപിടിക്കണം. Probability of A is equal to 1 minus probability of A complement, which is equal to 1 minus 0.3. 0.7 ആണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. സോ ദ റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.7 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി 0.1. റിക്വയർഡ് വൺ ഈസ് 0.6. A card is drawn from a well shuffled pack of cards. What is the probability of getting an ace card? നമുക്കറിയാം ഒരു ഡെക്ക് ഓഫ് കാർഡ്സ്, അതിൻ്റെ അകത്ത് ആകെ 52 കാർഡുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കാർഡ് എടുക്കുന്നു, അതൊരു എയ്സ് കാർഡ് ആകാനുള്ള പ്രോബിലിറ്റിയാണ്. ആകെ ഇതിൻ്റെ അകത്ത് 4 എയ്സ് കാർഡ് ഉള്ളത്. ഓക്കെ, സോ വി ഹാവ് ആകെ 4 എയ്സ് കാർഡ്. സോ ഒരു കാർഡാണ് എടുക്കുന്നത്, 4 എയ്സിലാണ് ഒരു എയ്സ് എടുക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് റിക്വയർഡ് പ്രോബിലിറ്റി എ എന്ന് പറയുന്നത് എ ബി ദ ഇവൻ്റ് ഓഫ് എ ഫസ്റ്റ് ഡ്രോൺ എയ്സ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 4 കാർഡ്സ് ആണ് എയ്സ് കാർഡ് ആയിട്ടുള്ളത്. ഒരു കാർഡ് എടുക്കുന്നത് 52-ൽ ഒരു കാർഡ് എടുക്കുന്നത് 4 ഡിവൈഡ് ബൈ 52 ആയിരിക്കും. കൺസിഡർ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫസ്റ്റ് കാർഡ് ഈസ് നോട്ട് റീപ്ലേസ്ഡ്, ഫസ്റ്റ് കാർഡ് ഒരു കാർഡ് എടുത്തു, അത് റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ അടുത്ത കാർഡ് എടുക്കുവാണ്. ഓക്കെ, സെക്കൻഡ് കാർഡ് എടുക്കുവാണ്. ആൻഡ് സെക്കൻഡ് കാർഡ് എയ്സ് എന്നാണ് ഈവൻ ബി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സെക്കൻഡ് കാർഡ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ബോത്ത് ആർ ഏസസ്? 2 കാർഡ് ഏസ് ആകാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്.
നോട്ട് റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം 52 കാർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഒരു കാർഡ് അങ്ങ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, റീപ്ലേസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് കാർഡ് എടുത്തു, അത് കഴിഞ്ഞാണ് രണ്ടാമത്തെ ഇവന്റ് സംഭവിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടീഷൻ പ്രോബിലിറ്റി ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. സോ വി ഹാഡ് ടു ഫൈൻഡ് ബോത്ത് ആർ ഏസ് കാർഡ്. സോ ദാറ്റ് മീൻസ് രണ്ടും എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കുന്നത്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ച് നമുക്ക് പറയാം പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞാണ്. സോ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഒരു ഈസ് കാർഡ് ചൂസ് ചെയ്യാനുള്ളത്. ഫസ്റ്റത്തത് ഈസ് കാർഡ് ആണുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ച് 4/52 ആണ്. ഓക്കെ, ദെൻ ഇൻ ടു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ബി ഗിവൺ എ, എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്, എ ഓൾറെഡി ഒക്കർ ചെയ്തു, അത് വെച്ചുകൊണ്ട് ബിയുടെ പ്രോബിലിറ്റി എന്താണ്? എ ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞു. എ ഓൾറെഡി ഒക്കർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 51 കാർഡേ ബാക്കിയുള്ളൂ, ഒരു കാർഡ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് കാർഡ് എയ്സ് കാർഡ് ആയിരുന്നു, ബി ഗിവൺ എ ഫസ്റ്റ് കാർഡ് എയ്സ് കാർഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ എത്ര ഈസ് കാർഡ് ഉണ്ട്? ഒരു കാർഡാണ് എടുക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ 3 ഈസ് കാർഡേ ഉള്ളൂ, കാരണം ഫസ്റ്റ് എ എന്ന് പറഞ്ഞ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയ്സ് കാർഡ് എടുത്തു എന്നാണ്. സോ നിലവിൽ ബി ഓൾറെഡി എ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, മീൻസ് ഒരു കാർഡ് എടുത്തു, അത് എയ്സ് കാർഡായിരുന്നു, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അത് വെച്ചുകൊണ്ട് ബിയുടെ പ്രോബിലിറ്റിയാണ്. സോ സെക്കൻഡ് വൺ എയ്സ് ആകാനുള്ള പ്രോബിലിറ്റി. ദാറ്റ് മീൻസ് ഒരു കാർഡ് എടുത്തു, അത് എയ്സ് കാർഡായിരുന്നു. ഇപ്പോൾ നിലവിൽ 51 കാർഡേ ഉള്ളൂ, 3 എയ്സ് കാർഡേ ഉള്ളൂ, കാരണം ഒരു എയ്സ് കാർഡ് എടുത്തു കഴിഞ്ഞു. സോ അതിൻ്റെ അകത്ത് നിന്ന് ഒരു എയ്സ് കാർഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്, സോ വി ഹാവ് 3 ഈസ് ആണുള്ളത് 51 കാർഡിൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 52 ഇൻറ്റു 51 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഇത് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിരിക്കില്ല, കാരണം അത് ഓൾറെഡി സംഭവിച്ച ഒരു കണ്ടീഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ തൊട്ട് മുൻപ് നടന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത്. സോ പ്രധാനമായിട്ട് കണ്ടീഷണൽ പ്രോബിലിറ്റി ഡെഫിനിഷൻ, ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഓർത്തിരിക്കേണ്ടത്. ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. താങ്ക് യു.